ഇന്ന് നമുക്ക് ബ്രോക്കലി കൊണ്ട് നല്ല ടേസ്റ്റുള്ള ഒരു വിഭവം ഉണ്ടാക്കി നോക്കാം. ആദ്യം തന്നെ ബ്രോക്കലി നമുക്ക് ഇതുപോലെ ഇതളുകളാക്കി മുറിച്ചെടുക്കാം. അതിനുശേഷം വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി, വിനാഗിരി, ഉപ്പ് ചേർത്ത് 20 മിനിറ്റ് നമുക്ക് മാറ്റിവെക്കാം. പിന്നീട് നന്നായി കഴുകി വൃത്തിയാക്കി നമുക്ക് വെള്ളം വാർന്നു പോകാൻ വേണ്ടി സ്ട്രെയിനറിൽ വെക്കാം. ഇനി കട്ടിംഗ് ബോർഡ് കൊണ്ടോ ചോപ്പർ കൊണ്ടോ നമുക്ക് നന്നായി ചെറുതായി അരിഞ്ഞെടുക്കാം. ഇനി നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം. ചമ്മന്തിക്ക് ആവശ്യമുള്ള നാളികേരം, ഒരു കഷ്ണം ഇഞ്ചി, പച്ചമുളക് 2 എണ്ണം, കുറച്ച് വേപ്പിലയും ഉപ്പും ചേർത്ത് നമുക്ക് ചമ്മന്തി അരച്ചെടുക്കാം. അധികം അരക്കരുത്. ചമ്മന്തിയുടെ പരുവമായാൽ നമുക്ക് ആ ബ്രോക്കലിയിൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചമ്മന്തി എല്ലാ ഭാഗത്തും ആവണ വിധത്തിൽ യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം ഒരു പാൻ ചൂടായി വരുമ്പോൾ ഈ ചമ്മന്തിയും ബ്രോക്കലിയും അതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം 2 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഒരു 3 മിനിറ്റ് തുറന്ന് വെച്ച് വേവിച്ച ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബ്രോക്കലി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കുക.